നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഡിഗ്രിക്ക് അനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അതല്ല, നിങ്ങളിപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തെ ജോലി പോവോ എന്ന് പേടിയുണ്ടോ? ഇതിനെല്ലാം ഉത്തരം AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വെൽക്കം ടു എൻട്രി കോഡിംഗ്. ഐ എം ശ്രീറാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിങ്ങൾ ഭയക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ കൂടെ കൂട്ടി നിങ്ങളുടെ കോഴ്സിനൊപ്പം അത് പഠിച്ച് നിങ്ങളുടെ കരിയറിൽ എത്രത്തോളം മാറ്റം അതിനെ കൊണ്ട് വരുത്താൻ പറ്റും എന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. കാരണം AI അറിഞ്ഞാൽ ഇന്ന് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കമ്പനികൾ അവരുടെ ജോലി എളുപ്പമാക്കാനും വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാനും കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആവാനും ഒക്കെ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഹെൽത്ത് കെയർ, എന്തിനേറെ നമ്മൾ കാണുന്ന സിനിമ പോലും ഇപ്പൊ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നവയാണ്. പണ്ട് കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ ടൈപ്പ് ചെയ്യാൻ അറിയുന്നവരുടെ ജോലി സാധ്യതകൾ കൂടി. അതുപോലെ ഇപ്പൊ AI വന്നു. അതായത് സ്വന്തം തൊഴിലിൽ AI ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ അവസരങ്ങൾ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ChatGPT, മിഡ്ജേർണി, അതേപോലെ തന്നെ ജെമിനി ഇതുപോലുള്ള ഒരുപാട് ടൂളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം സ്റ്റാർട്ടിംഗ് ആണ്. ഓരോ ജോലിക്കും വേണ്ടി അതിനനുസരിച്ചുള്ള AI ടൂളുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് കമ്പനികൾക്ക് വേണ്ടത് ആ ടൂളുകളെല്ലാം ഉപയോഗിച്ച് കാര്യക്ഷമത കൂട്ടി അവരുടെ കമ്പനിക്ക് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ള ആളുകളെയാണ്. അതുകൊണ്ട് തന്നെയാണ് AIയിൽ അപ്സ്കിൽ ചെയ്യുന്നവരുടെ ഡിമാൻഡ് കൂടി വരുന്നത്. AI എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു, ഇത് മുഴുവൻ കോഡിങ്ങും പ്രോഗ്രാമിങ്ങും അല്ലേ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ. അവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം. അതായത് AI പഠിക്കാൻ നിങ്ങൾ പ്രോഗ്രാമിംഗ്, കോഡിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കതിനെ 3 തിരിക്കാം. ഒന്നാമത്തേത് AI യൂസേഴ്സ്. അതായത് AI ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. അതായത് നിങ്ങളിപ്പോൾ ട്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് AI ഉപയോഗിക്കാം. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് AI ഉപയോഗിക്കാം. ഇതുപോലെ നിങ്ങൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് അവിടെ AI ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കാര്യക്ഷമത ഒരു 10 മടങ്ങ് വർദ്ധിപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും, പക്ഷെ AI അറിയുന്ന ഒരാളും AI ടൂളുകൾ അറിയുന്ന അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളും അത് അല്ലാത്ത ഒരാളും തമ്മിലുള്ള ഒരു അവരുടെ കമ്പാരിസൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളെ ഹയർ ചെയ്യുന്ന കമ്പനി ഇത് മനസ്സിലാക്കും. അപ്പോൾ അവിടെ AI ഉപയോഗിക്കുന്ന ആളുകളുടെ ചാൻസസ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം ആ കമ്പനിക്ക് കൂടും. അപ്പോൾ നമ്മളെപ്പോഴും ഈ AI യൂസേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന് വളരെ സിമ്പിളായി കാണാതെ AI യൂസേഴ്സ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പീപ്പിൾ തന്നെയാണ്. കാരണം അവർ AI ടൂളുകൾ ഉപയോഗിച്ച് അവരുടെ പ്രൊഡക്ടിവിറ്റി 10x ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഇതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നും അതേപോലെ തന്നെ AI ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഏതൊക്കെ AI ടൂളുകൾ ഉണ്ട്, ഇതെല്ലാം മനസ്സിലാക്കാൻ ഒരുപാട് ഫ്രീ ട്യൂട്ടോറിയൽസ് ഇപ്പോഴേ അവൈലബിൾ ആണ്. രണ്ടാമത്തേത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അതായത് AI ടൂളുകളോട് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഡിഫറൻസിനനുസരിച്ച് നമുക്ക് പുതിയ ആൻസേഴ്സ് ആയിരിക്കും AI ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുകളാണ് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ്. ലോകമെമ്പാടും ഇപ്പം ലക്ഷങ്ങളാണ് ഇവരുടെ സാലറി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ChatGPTയോട് റൈറ്റ് എ ലീവ് ലെറ്റർ എന്ന് എഴുതുന്നതിന് പകരം റൈറ്റ് എ ലീവ് ലെറ്റർ ടു മൈ ബോസ്, ഇന്നാണ് എൻ്റെ മെയിൽ ID, അതേപോലെ തന്നെ അതിൽ കുറേ കസ്റ്റമൈസേഷനൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ജെമിനിയുടെ അടുത്ത് ഒരു റെഡ് കാറിൻ്റെ ഇമേജ് തരാൻ പറയുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു റെഡ് കാറിൻ്റെ ഇമേജ് ജെമിനി തരും. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു മഞ്ഞ് മൂടിയ പ്രഭാതത്തിലൂടെ ഒരു റെഡ് കാറ് ഒരു വളഞ്ഞ വഴിയിലൂടെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് ഇമേജ് നമുക്ക് കിട്ടും. ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അത് പറയാനുള്ള ഒരു ChatGPT പോലുള്ള ഒരു AI ടൂളിനോട് ഇത് പറയാനുള്ള എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം, അതാണ് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് രീതിയിലുണ്ട്. നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഒരു റോൾ അസൈൻ ചെയ്ത് കൊടുക്കാം. ആക്ട് ആസ് എ ഡോക്ടർ, അല്ലെങ്കിൽ ആക്ട് ആസ് എ പ്രൊഫസർ, അല്ലെങ്കിൽ ആക്ട് ആസ് എ സ്ട്രാറ്റജിസ്റ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ChatGPT എടുത്ത് അല്ലെങ്കിൽ ഒരു റോൾ ബേസ്ഡ് ആയിട്ടൊക്കെ നമുക്ക് ഒരു AI ഏജന്റിനോട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുകളാണ് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് AI ക്രിയേറ്റേഴ്സ്. അതായത് മെഷീൻ ലേണിങ്ങും ഡേറ്റാ സയൻസും ഡീപ്പ് ലേണിങ്ങും ന്യൂറൽ നെറ്റ്വർക്കും അതേപോലെ തന്നെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഒക്കെ പഠിച്ച് പുതിയ AI മോഡൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ. ഇവിടെ ശരിക്കും കോഡിങ്ങും അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ഒക്കെ ഇവിടെ നമുക്ക് വളരെ അധികം ആവശ്യമുള്ള ഒരു മേഖലയാണ് AI ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾക്കും അതായത് AI യൂസേഴ്സിനും പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിനും ഒന്നും AIയിൽ കോഡിംഗ് നോളജ് ആവശ്യം വേണമെന്നില്ല. ഓക്കെ, സോ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇനി ആരും ജോലി ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാൻ പാടില്ല. ലോകം മാറുമ്പോൾ നമ്മളും മാറും. AI എന്നത് ഒരു വിസ്മയിപ്പിക്കുന്ന ലോകമാണ്. അത് തന്നെ
എന്നത് ഒരു വിസ്മയിപ്പിക്കുന്ന ലോകമാണ്. ഇത് നമുക്ക് തുറന്നു തരുന്നത് അനന്തമായ സാധ്യതകളുമാണ്. നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോ ആയിക്കോട്ടെ, അടുത്തൊരു 30 ദിവസം നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ എങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച ഡിസിഷൻ അതായിരിക്കും. അപ്പൊ ഇനി ഭയക്കേണ്ട ആവശ്യമില്ല, അതിനെ നിങ്ങളുടെ സുഹൃത്താക്കി മാറ്റുക. അപ്പൊ ജീവിതത്തിലെ വിജയം നിങ്ങളെ തേടി വരും. പഠിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി വരുന്ന ഒരുപാട് ടൂളുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണെന്നൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടൂളുകളെ കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതിന്റെ ട്യൂട്ടോറിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ടാൽ മതി. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.